അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മളൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളുടെ സ്കൂളിൽ നല്ലൊരു അസംബ്ലി തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ അസംബ്ലി സംഘടിപ്പിച്ചത്. തോരണങ്ങൾ കെട്ടാനും കൊടി നാട്ടാനും എല്ലാത്തിനും കുട്ടികളും ടീച്ചേഴ്സും HMും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോൾ പരിപാടി ഗംഭീരമായി. സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് മറക്കാൻ വയ്യല്ലോ. അപ്പോൾ ഞാനും ശ്യാം സാറൊക്കെ ചേർന്നിട്ട് ഗാന്ധിജീനെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ശ്യാം സാറ് നല്ലൊരു മേക്കപ്പ് മാനും കൂടെയാണെന്ന് തെളിയിച്ചു. അവസാനത ഈ ഒരു രീതിയിലൊക്കെ ആക്കിയെടുക്കാൻ സാധിച്ചു. കിട്ടിയ സമയത്തിന് ഒരു ഫോട്ടോ എടുത്തു. നമ്മളെ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഓർമ്മിക്കാതെ നമുക്ക് എന്ത് സ്വാതന്ത്ര്യദിനം അല്ലേ? കാരണം അവരാണല്ലോ നമുക്കിതൊക്കെ നേടിത്തന്നത്. സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി അമ്മയും കുഞ്ഞും പ്രശ്നോത്തരി നടന്നിരുന്നു. അപ്പോൾ അതിൽ വിജയികളായവർക്ക് നമ്മുടെ ഈ പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്തു. അത് സ്വീകരിക്കാൻ പാരൻസും കൂടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമായി. എല്ലാവരും അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോൾ പാരൻസിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം വളരെ ഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് ചാൻസ് കിട്ടിയപ്പോൾ വീണ്ടും ഒരു ഫോട്ടോ എടുത്തു. ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആരാണെന്ന് കൃത്യമായി കമൻറ്റ് ചെയ്യുന്ന ആൾക്ക്, ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ലൊരു സമ്മാനം ഉണ്ടാവും. അപ്പോൾ വേഗം പേര് കമൻറ്റ് ചെയ്തോളൂ.